MBBS ചേരുന്നതിന് മുമ്പേ തന്നെ പല ആളുകളും പറയുന്നതാണ് എൻ്റെ അടുത്ത്, ഡോക്ടേഴ്സ് ആയി കഴിഞ്ഞാൽ രാവും പകലിലാണ് ജോലി ചെയ്യണം. അതായത് നമുക്ക് ഈ നൈറ്റ് ഡ്യൂട്ടീസ് ഒക്കെ വരും, നമുക്ക് ഭയങ്കര ഹെക്റ്റിക്കായി ഫീൽ ചെയ്യും, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയായിട്ട് ഞാൻ ഫൈനൽ ഇയർ വരെ എനിക്ക് അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല, അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടില്ല. നമുക്ക് ഉണ്ടാവില്ല, കാരണം നമുക്ക് അതിനോട് എക്സ്പോഷർ കിട്ടുന്ന ഒരു സിറ്റുവേഷനും വന്നിട്ടില്ല. പക്ഷേ ഫൈനൽ ഇയറിൽ നമുക്ക് ലേബർ റൂം പോസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു പോസ്റ്റിംഗ് ഉണ്ട്. അവിടെ നിന്നിട്ട് തുടങ്ങും നമുക്ക് നൈറ്റ് ഡ്യൂട്ടി എന്താണെന്ന് അറിയാൻ വേണ്ടി. അപ്പം ലേബർ റൂം പോസ്റ്റിംഗ് നമുക്ക് 26 ഡേയ്സാണ് ഉണ്ടാവുക. അതിൽ 13 ഡേയ്സ് ഡേ പോസ്റ്റിങ്ങും 13 ഡേയ്സ് നൈറ്റ് പോസ്റ്റിങ്ങുമാണ് ഉണ്ടാവുക. അപ്പം എൻ്റെ 13 ഡേയ്സ് ഡേ പോസ്റ്റിംഗ് ഫസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായി, പിന്നെ നൈറ്റിലേക്കുള്ളൊരു ഷിഫ്റ്റ് ഉണ്ടായി. അപ്പം ഈ ലാസ്റ്റ് 13th ഡേ പോസ്റ്റിങ്ങും ഫസ്റ്റ് നൈറ്റ് പോസ്റ്റിങ്ങിലുള്ള ആ ഒരു ഡേ ഉണ്ടാവില്ലേ, ആ ഒരു ഡേൻ്റെ ആ ഷിഫ്റ്റ് ഞാനൊരു വ്ളോഗാക്കി എടുത്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വ്ളോഗിൽ കാണിക്കാൻ പോകുന്നത് ലാസ്റ്റ് ഡേ പോസ്റ്റിങ്ങിൻ്റെ ആ ഡേയിൽ തുടങ്ങിയിട്ട് ആ രാവിലെ മുതൽ നെക്സ്റ്റ് ഡേ നൈറ്റ് പോസ്റ്റിംഗ് തീരുന്ന വരെ ഉള്ളത് വരെയാണ്. അപ്പം ഐ ഹോപ്പ് യു എൻജോയ് വാച്ചിങ് ദിസ് വ്ളോഗ്. ആ ഒരു ദിവസം എന്തൊക്കെ നടന്നു എന്ന് ഈ വ്ളോഗിൽ ഞാൻ കാണിക്കുന്നതാണ്. ഹായ് എവ്രിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഫുഡ് കഴിക്കാൻ പോകുന്നതാണ് ക്യാൻറ്റീനിൽ. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ ലേബർ റൂമിലോട്ടാണ് പോകുന്നത്. ഇന്ന് നമ്മൾ ലാസ്റ്റ് ഡേ പോസ്റ്റിംഗ് ഡേ ആണ്. സോ ഇന്നത്തെ ഇതോടെ നമുക്ക് ഡേ പോസ്റ്റിംഗ് കഴിയാം കേട്ടോ. അപ്പം നമ്മൾ എല്ലാവരും കയറാൻ പോവാണ്. റൈറ്റ് നൗ സമയം എന്ന് പറയുമ്പോൾ ഒരു 9:15 ആണ് കേട്ടോ. ഞങ്ങളുടെ എല്ലാവരും ഇപ്പം ഡേ കഴിഞ്ഞേക്കാണ്. നെക്സ്റ്റ് നമുക്കിന്ന് രാത്രി മുതൽ നൈറ്റാണ്. ഫസ്റ്റ് നൈറ്റ് അത് കൂട്ടൂല കേട്ടോ, ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യില്ല. ഇന്ന് ഞങ്ങൾക്ക് രാത്രി ഇന്ന് ഫസ്റ്റാണ് നമുക്ക് ഡേ ഷിഫ്റ്റ് വരുന്നത്. സോ ഇന്നിപ്പോൾ നമുക്ക് നൈറ്റ് ഷിഫ്റ്റ് വരുന്നത്. അപ്പം നമ്മളെന്താണ് ഇപ്പോൾ ഉച്ച വരെ ഞങ്ങൾ നിന്നു, രാവിലെ മുതൽ ഉച്ച വരെ നിന്നു. ഇനി ബാക്കി ക്ലാസ്സിന് പോകാണ്ട്. ഇന്ന് ഫ്രൈഡേ ആണ്. സോ 2 മണിക്കാണ് ക്ലാസ് തുടങ്ങുന്നത്. അതിന് മുന്നേ ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിക്കണം. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ എല്ലാവരും തുടങ്ങിയതിന് ശേഷം ഞങ്ങളുടെ ആകെയുള്ളൊരു മോട്ടിവേഷൻ എന്താണെന്ന് വെച്ചാൽ ക്യാൻറ്റീനിലെ ഫുഡാണ്. ഞങ്ങളിവിടെ ഭയങ്കര നല്ല ഫുഡാണ്. ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ ഞങ്ങൾ വരാറില്ലായിരുന്നു, കോളേജ് ക്യാൻറ്റീനിലായിരുന്നു വരാറ്. ബട്ട് നമ്മൾ എല്ലാവരും തുടങ്ങിയ സമയത്താണ് അത് കഴിക്കാൻ തുടങ്ങിയത്. ഭയങ്കര നല്ല ഫുഡാണ്. ഉച്ചക്കത്തെ മീൽസ് ആണെങ്കിലും ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഉച്ചക്കത്തെ മീൽസ് ആണെങ്കിലും രാത്രി നമ്മൾ ഈ ചില്ലി ചിക്കൻ അങ്ങനത്തെ ഫുഡ് പോലും ഉണ്ടാവും. സോ അപ്പോൾ ക്യാൻറ്റീനിലേക്കുള്ള പോക്കിൻ്റെ സന്തോഷമാണ്. ഇപ്പം മേജർ മിസ്സിങ് ആണ് ഞങ്ങൾക്ക് സർജറി ഡിപ്പാർട്ട്മെൻറ്റ്. ഭയങ്കര മിസ്സിങ്. പക്ഷെ ദാറ്റ് ഡസന്റ് മീൻ ഞങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എല്ലാവരുടെ എക്സ്പീരിയൻസസ് പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. ഐ തിങ്ക് അത് വേറൊരു വീഡിയോ ചെയ്യേണ്ടില്ലേ. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഒരിക്കലും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു എല്ലാവരും ഞാൻ ഇത്രയും. ഇനിയിപ്പോൾ നൈറ്റ് കയറി എങ്ങനെയാണെന്ന് അറിയില്ല, ബട്ട് ഹാഫായി ഞങ്ങൾക്ക് എല്ലാവരുടെ. ഞാൻ പോസ്റ്റിംഗ് തുടങ്ങിയിട്ട് ഹാഫായി. അത്രയും നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളവിടെ പോയി കാണുന്നതും ചെയ്യുന്നതൊക്കെ നമുക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. വേഗം മനസ്സിലാവും, ലൈവായി കാണില്ലേ. അപ്പം അങ്ങനെ ഒരു സംഭവമുണ്ട്. നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ അങ്ങോട്ട് ക്ലിനിക്സിലോട്ട് കറക്റ്റായിട്ട് നമ്മൾ ഇറങ്ങുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. ഭയങ്കര കാറ്റ് പുറത്ത്, നല്ല രസമുണ്ട്. നല്ലൊരു കാലാവസ്ഥ. മഴ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. ഇറ്റ്സ് റെയിനിങ്, മഴ പെയ്യാണ്. റെയിനിങ് ഇൻ ദ സെൻസ് റെയിനിങ് ഇൻ ദ സെൻസ് ഇങ്ങനെ ചാറ്റൽ മഴ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു കാലാവസ്ഥ അല്ലേ. നല്ല മഴ കണ്ടായിരുന്നു. ഈ ഒരു കാറ്റും ഈ കണ്ടില്ലേ, ആകാശം കണ്ടാൽ തന്നെ മനസ്സിലാവും. അതാണ് അർഷിന്റെ കാരണം. സോ നമ്മള് എല്ലാരും ക്യാൻറ്റീൻ പോവാണ്. ഫിദാസ് ഡ്രൈവിംഗ്. ആൻഡ് നമ്മൾ ഇന്ന് എന്താ കഴിക്കണേ? നമ്മൾ പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യും നമ്മൾ എന്ത് കഴിക്കുന്നില്ല. കാരണം അത്രയും നമ്മൾ അതിനോട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. 12 മണിയാവാൻ ഇങ്ങനെ കാത്തിരിക്കും. അതായത് എല്ലാവരും ഇറങ്ങാൻ വേണ്ടിയിട്ടല്ല, ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിക്കാൻ വിശക്കുകയും ചെയ്യാൻ സമയമാകുമ്പോഴേക്കും. പക്ഷെ ഈ ഉച്ചക്കത്തെ വിശപ്പിനെക്കാട്ട് ഏറ്റവും കൂടുതൽ വിശപ്പുണ്ടാവുക രാത്രി 8 മണിയുടെ 7 മണിക്കൊരു ക്ലാസ് ഉണ്ട്. നമ്മൾ സത്യം പറഞ്ഞാൽ ഉച്ചക്ക് കഴിച്ച് പിന്നെ വൈകുന്നേരം വരെ 7:30 ആകുമ്പോൾ തന്നെ സോൺ ഔട്ട് ആവാൻ തുടങ്ങും വിശന്നിട്ട്. ഇന്നപ്പോ നമുക്ക് ഊണും ചിക്കൻ 65 കഴിക്കാം. മഴ റെയിനിങ് നൗ. ഇതാ നമ്മുടെ ക്യാൻറ്റീൻ. ബാക്കിൽ കാണുന്നതാണ് ക്യാൻറ്റീൻ. ഇറ്റ്സ് റെയിനിങ്.
ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് സംശയമാണ് എവിടെ ഇരിക്കണമെന്ന്. കുറേ സ്ഥലം ഒഴിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനല്ലേ. നമ്മളെപ്പോഴും ഈ 2 സീറ്റിലോട്ട് ഇരിക്കുക. അപ്പോൾ ഇതിൽ ഏതൊരു സീറ്റ് നമ്മളെടുത്ത് അതിന് ശേഷം നമ്മൾ ചോറ് വാങ്ങി, ചിക്കൻ 65 വാങ്ങി. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെയാണ് നമ്മുടെ ആകെയുള്ളൊരു സമാധാനം ഒരു ദിവസം. ഈ ഫുഡ് കഴിക്കുന്നത് എൻ്റെ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ. ഞാൻ ഭയങ്കര ഫുഡി ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് അത്യാവശ്യം ഭയങ്കര എമൗണ്ട് ഞാൻ കഴിക്കും. അപ്പോൾ ഇതാ ഫുഡ് ഫുൾ വടിച്ച് കഴിച്ചിരിക്കുകയാണ്. നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമാണല്ലേ സ്വന്തമായിട്ടൊരു ഫ്രീഡം, അതായത് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവുക, നമുക്കൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പലപ്പോഴും പല ആളുകൾക്കും അങ്ങനെ പറ്റാറില്ല. കാരണം പല കാരണങ്ങളുണ്ടാവും. നമ്മൾ വീട്ടിലിരിക്കേണ്ട സിറ്റുവേഷൻസ് വരും. പല സിറ്റുവേഷൻസ് ഓരോരുത്തർക്കും ഉണ്ടാവും. നമുക്കിഷ്ടമുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കൊടുക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച് പോകും നമ്മൾ. പല ആളുകൾക്കും പല റീസൺസ് ആയിരിക്കും. കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കുന്നവരുണ്ടാവും. ചില ആളുകൾക്ക് സ്വന്തമായിട്ട് പുറത്ത് പോയി ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ ആളുകളൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ ഓൺലൈനായിട്ട് എന്തെങ്കിലും ജോബ് ഉണ്ടോ നോക്കും. പിന്നെ ചില ആളുകൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല എന്ത് നോക്കണം. പിന്നെ അഷ്യൂറൻസ് ഉണ്ടാവില്ല ചില പ്ലാറ്റ്ഫോംസിലൊക്കെ. അപ്പം പിന്നെ ചില ആളുകൾക്ക് പല കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് തന്നെ പേഴ്സണലി ഇങ്ങനെ കുറേ പേര് അറിയാം അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പം ഞാൻ അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് ഇൻ്റർവെൽ ലേണിംഗ് എന്ന് പറഞ്ഞൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ പറ്റി ഞാൻ കേൾക്കുന്നത്. അപ്പം അതിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഓൺലൈൻ ഡിപ്ലോമ കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ടീച്ചറായിട്ടൊക്കെ വർക്ക് ചെയ്യാം. അതിനനുസരിച്ചുള്ള ഇൻകമൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ പഠിച്ച് വാങ്ങുന്ന ഒരു സംഭവമാണ്. നമുക്ക് അതിൻ്റെ അത്രേതായിട്ടുള്ളൊരു അഷ്യൂറൻസ് ഉണ്ടല്ലോ ആ ജോബിനല്ലേ. അപ്പോൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തിട്ട് ജസ്റ്റ് കുറച്ച് ക്ലാസ്സസൊക്കെ കേട്ട് നോക്കിയിട്ടുണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായത് എത്രമാത്രം ട്രസ്റ്റ് വർത്തി ആണ് എന്നുള്ളതും സ്ത്രീകൾക്കൊക്കെ എത്ര ഉപകരിക്കുന്ന കാര്യമാണെന്നും. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടി ഞാൻ എന്തായാലും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ടീച്ചറൊക്കെ ആകാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് ഇതിൽ റിലൈ ചെയ്യാം. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടി ക്വാളിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് +2 കഴിഞ്ഞവരായിരിക്കും. നിങ്ങൾക്ക് +2 ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു കംഫർട്ട് സ്പേസിൽ ഇരുന്നിട്ട് സമാധാനത്തിലിരുന്നൊക്കെ ക്ലാസ്സൊക്കെ കേൾക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ക്ലാസ്സസ് കേൾക്കുന്ന ഒരു വീഡിയോ കാണിച്ചു തന്നാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്ന്. The first quality is that the teacher should always have patience. Patience with ക്ഷമ. ഒരു ടീച്ചർക്ക് ഏറ്റവും വേണ്ട ക്വാളിറ്റിയാണ് ക്ഷമ. Why? Because there are different types of students in front of us. Hyperactive ആയ സ്റ്റുഡൻസ് ഉണ്ടാവും, ഇൻട്രോവേർട്ട് ആയ സ്റ്റുഡൻസ് ഉണ്ടാവും, നമ്മൾ എത്ര പറഞ്ഞാലും കേൾക്കാത്ത സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ അറ്റൻഡ് ചെയ്തത് ഇൻ്റർവെല്ലിൻ്റെ ECPC എന്ന് പറഞ്ഞൊരു മോണ്ടിസറി കോഴ്സാണ്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ ബാച്ച് വൈസ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആളുകളെ കാണാം. പല സാഹചര്യങ്ങളിൽ നിൽക്കുന്ന ആളുകളെ കാണാം. പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റാത്തവർ തന്നെ പല രീതിക്ക് പല കാരണങ്ങളിലുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്ന് തന്നെ ഇൻകം ഏൺ ചെയ്യണം അത്ര ആഗ്രഹമുള്ള ആളുകളാണ്. അപ്പം അവർ പറഞ്ഞാൽ ഈ ഒരു കോഴ്സ് നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ജോലി ഓൺലൈനായിട്ട് നമുക്ക് ഒരു ജോലി ടീച്ചറായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നതാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മൾ കുറേ ടൈം വേസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ. ചിലപ്പോൾ നമുക്ക് വേണ്ടിയില്ലാത്ത ബാക്കിയുള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മുടെ ടൈം കുറേ കൊടുക്കും. പക്ഷേ നമുക്ക് വേണ്ടി നമ്മൾ ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും ഒന്ന് ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ടൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ വരെ എത്താം. അപ്പം ഈ ഒരു കോഴ്സ് എന്ന് പറയുമ്പം 1 ഇയർ കോഴ്സാണ്. ഇതിൽ 8 മന്ത്സ് ക്ലാസ്സും 4 മന്ത്സ് ഇൻറ്റേൺഷിപ്പുള്ള ട്രെയിനിങ് ആണുള്ളത്. അപ്പോൾ ഈ ഒരു ഇൻറ്റേൺഷിപ്പ് ടൈം ചെറിയതായിട്ടുള്ള പേയ്മെൻ്റ് ഒക്കെ അവൈലബിൾ ആണ്. നമുക്ക് ഈ ഒരു കോഴ്സിൽ എഡ്യൂക്കേഷൻ സൈക്കോളജിസ്റ്റൊക്കെ കൂടുതൽ ഇൻവോൾവ് ആവുന്നതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് കുട്ടികളെ ശരിക്കും പഠിപ്പിക്കുക എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റും. അതിലുപരി അതിൻ്റെ കൂടെ തന്നെ പേരൻറ്റിങ് നന്നായി എങ്ങനെ കുട്ടികളെ നോക്കാം അതൊക്കെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ ഇൻ്റർവെൽ തന്നെ KG പിള്ളേർക്ക് ഓൺലൈനായിട്ടുള്ള ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ പിള്ളേരൊക്കെ ഇത്രയും കംഫർട്ട് സോൺ കണ്ട്, അതായത് ഓൺലൈനായിട്ട് കംഫർട്ട് സോൺ കണ്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതും ചെറിയ പിള്ളേർക്ക് KG ലെവലൊക്കെ ഉള്ള പിള്ളേർക്ക്. അപ്പം അവരത്രയും ക്യൂരിയസ് ആയിട്ട് ടീച്ചേഴ്സ് പറയുന്നതൊക്കെ ഇത്രയും കംഫർട്ട് സോണിൽ കണ്ടിട്ട് ഇത്ര ക്യൂരിയസ് ആയിട്ട് ക്ലാസ്സസൊക്കെ കാണണമെങ്കിൽ അത് ആ ടീച്ചേഴ്സിൻ്റെ കഴിവ് തന്നെ അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കഴിവ് നമുക്ക് കിട്ടണമെങ്കിൽ അത്രയും ട്രെയിൻ ചെയ്ത സ്ഥലം അത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കണം, അത്രയും നന്നായിട്ട് ട്രെയിൻ ചെയ്യപ്പെട്ട ഒരു സ്ഥലത്തു നിന്നായിരിക്കണം അവർ വരുന്നത്. അപ്പം ആ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ECPC കോഴ്സ് കഴിഞ്ഞവരാണ്. ഇൻ്റർവെല്ലിൽ നിന്ന് തന്നെ ECPC കോഴ്സ് കഴിഞ്ഞിട്ട് വരുന്നവരാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ആ ട്രെയിനിങ്ങിൻ്റെ ലെവൽ എത്രയും ബെസ്റ്റ് ആണെന്നുള്ളത്. ഇനി കോഴ്സ് കഴിഞ്ഞാൽ ഇൻ്റർവെല്ലിൽ തന്നെ ഓൺലൈനായിട്ട് 100% പ്ലേസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി ഇൻ്റർവെല്ലിൽ മാത്രമല്ല പുറത്തുള്ള ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഓഫ്ലൈനായിട്ടോ അല്ലെങ്കിൽ GCC കൺട്രീസിലൊക്കെ പോയി നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെങ്കിലും അതും നമുക്ക് പറ്റും. കാരണം കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ ഒരു കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇവിടുന്ന് തരുന്നതാണ്. മാത്രമല്ല ഇൻ്റർനാഷണലി വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഒരു ഇൻകം ഏൺ ചെയ്യാന്നുള്ള ആഗ്രഹം, അതും
നമുക്കൊരു ടീച്ചറായി വർക്ക് ചെയ്തിട്ട് ജോബ് അഷ്വറൻസിൽ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആരും തന്നെ നമ്മൾ മുന്നിൽ ഇങ്ങനെ വരുമ്പം അത് കളയണ്ട. നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണിത്. മോർ ദാൻ ഓപ്പർച്യൂണിറ്റി, നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു ഭാഗം നമുക്ക് വേണ്ടി, നമുക്ക് ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി, നമുക്ക് നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈഫിൽ 1 മണിക്കൂറെങ്കിലും നമുക്ക് ടൈം കണ്ടെത്തിക്കൂടെ? ഇപ്പം നിങ്ങൾ ECPCയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അപ് ടു 10% ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻ്റർവെൽ കഴിഞ്ഞ 6 വർഷമായിട്ട് അവരുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, GCC കൺട്രീസിലും യൂറോപ്യൻ കൺട്രീസിലൊക്കെ അവരുടെ സർവീസ് അവൈലബിൾ ആണ്. കഴിഞ്ഞൊരു വർഷമായിട്ട് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററും ചീഫ് മിനിസ്റ്ററും ഒക്കെ ഇൻ്റർവെല്ലിനെ പറ്റി അത്രയും പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഈ ഒരു കോഴ്സ് കാരണം, ഈ ഇൻ്റർവെല്ലിലുള്ള കോഴ്സസ് കാരണം അത്രയും ഉപകാരം ഉണ്ടായിട്ടുണ്ട്. അപ്പം അവരുടെയൊക്കെ ഫീഡ്ബാക്ക് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇൻ്റർവെല്ലിൽ ഈ ഒരു ECPC കോഴ്സ് മാത്രമല്ല ഉള്ളത്, +2 വരെയുള്ള ക്ലാസ്സസിൽ അവരുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്യൂഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻറ്റിന് അവരെവിടെയാണ് വീക്ക് ആയിട്ടുള്ളത് അതിനനുസരിച്ചുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് കൊടുക്കുന്നത്. അവർക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ടൈമിലാണ് ക്ലാസ്സസ് കൊടുക്കുന്നത്. ഇനി മറ്റേതെങ്കിലും കോഴ്സിനാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു ഫീസിന് ഡിസ്കൗണ്ടും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ആരും കളയാതിരിക്കുക. നമുക്ക് ഒറ്റയ്ക്ക് നമ്മുടെ കംഫർട്ടിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റുക, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെ. അപ്പോൾ അതാരും മിസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞുള്ള ഇരിപ്പാണിത്. ഒരു ക്ലാസ് കഴിഞ്ഞ് അടുത്ത സാറ് വരാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അടുത്ത് തന്നെ കോപ്പറേറ്റീവ് സ്റ്റോറുണ്ട്, അവിടെ പോയിട്ട് ഫുഡ് കഴിച്ച് അങ്ങനെ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് നമ്മളിതാ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യണം ഇനിയെന്ന് ആലോചിച്ചിട്ട്, കാരണം എന്തൊക്കെയോ ചെയ്യാൻ തോന്നുന്നത്, ഒരു ബോറടിച്ചിരിക്കണം. സോ വി തോട്ട് എവിടെയെങ്കിലും പോയാലോ, അങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ സ്ഥിരം സ്ഥലത്തേക്ക് തന്നെ പോയി വൈബിൽ പോയി ചായ അടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വൈബിൽ പോയപ്പോൾ ഈ പൊരിക്കടികളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. ഇതിൽ പൊരിക്കടികളിൽ ഏറ്റവും ഹെൽത്തിയായി പൊരിക്കടി കഴിക്കണം എന്നുള്ളൊരു സംഭവമാണ് എനിക്ക്. അപ്പോൾ അവിടെ പോയപ്പോൾ അതാ നമ്മുടെ ക്ലാസ്സിലെ കുറേ പേര് ഇവിടെ ഇരിക്കുന്നത്. പൈസ വേണ്ടി വരും. എത്ര കാണും ഒരു വ്ളോഗിൽ മുഖം കാണാൻ? അവിടുന്ന് ഏറ്റവും അൺഹെൽത്തി കുറവായിട്ടുള്ള പലഹാരം, അതായത് പൊരിക്കടി വാങ്ങിയ തുന്നക്കാണ് കേട്ടോ. ഇതൊക്കെ ഒരു എക്സ്ക്യൂസായി കാണാം. ഇൻട്രൊഡ്യൂസിംഗ് ജസീം ചെറിയാടൻ. അങ്ങനെ ഇരിക്കെ വൈബെന്ന് എനിക്ക് പെട്ടെന്നൊരു റാപ്പ് കഴിക്കണമെന്ന് തോന്നി. അത് തന്നെ അച്ചാൻസിലെ റാപ്പ് തന്നെ കഴിക്കണമെന്ന് തോന്നി. അങ്ങനെ നമ്മളെല്ലാവരും അച്ചാൻസിലേക്ക് ഇറങ്ങി. എന്താ തോന്നുന്നത് അത് അപ്പം ചെയ്യണം എന്നുള്ളൊരു ഫീലിംഗായിരുന്നു അന്നിരുന്നത്. ആൻഡ് അച്ചാൻസിൽ നമ്മളെപ്പം പോകുമ്പോൾ അവിടെ മഴ പെയ്യും. പക്ഷെ അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേട്ടോ രസം, പുറത്ത് കാണാൻ നല്ല ഉള്ളിൽ നിന്ന് കാണാൻ നല്ല രസമാണ് പുറത്തോട്ട് നോക്കിയിരിക്കാൻ. എനിക്കെന്താ അറിയോ, എനിക്ക് എല്ലാവരും പോകണ്ട എന്താണ് നമുക്ക് എല്ലാവരും എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര രസമാണ് അവിടെ. പക്ഷെ സംഭവം എന്താ വെച്ചാൽ നമുക്ക് ഒട്ടും ഒഴിവില്ലല്ലോ. നമുക്ക് ഇഷ്ടമാണ് അവിടെ പോകാനൊക്കെ, പക്ഷെ നമുക്ക് ഒരു ഒഴിവും ഇല്ലാത്തതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ ഈ ഒരു സമയത്തോട്ട് ഈ ഒരു സമയത്ത് പോകണം നിർബന്ധം. അപ്പം അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ സമയമില്ല. ഇങ്ങനെ പിടിച്ചു ഗൈസ്, എനിക്കൊരു ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞൊരു ഡ്രിങ്കും കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് വന്നിട്ടില്ല. സോ അത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഗൈസ്, ദിസ് ഇസ് ട്രോപ്പിക്കൽ. ഞാൻ വൺ ടൈം ഇവിടെ വന്നപ്പോൾ, ഞാൻ മുന്നേ വന്നപ്പോൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ സാധനമാണ്. ഞാൻ ലാസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ സാധനമാണ്. ആൻഡ് ഐ ഫീൽ ലൈക്ക് ട്രൈങ് ദിസ്. അപ്പം ഇതിൽ യോഗട്ട്, മാംഗോ, ബനാന, പിന്നെ വേറൊരു സാധനം കൂടെ, പൈനാപ്പിൾ ആണെന്ന് തോന്നുന്നു, ഇതും കൂടെ ഉണ്ട്. സോ എങ്ങനെയുണ്ട് ഞാൻ പറയാം. മൈ റിയാക്ഷൻ ഓക്കെ, എല്ലാവരും കുടിച്ച് കഴിച്ച് നമുക്ക് പറയാം. പൈനാപ്പിൾ, ബനാന, യോഗട്ട് എല്ലാം ഷുഗർ പോലെ തോന്നില്ല. എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ കറക്റ്റ് എല്ലാത്തിനും ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് കുടിക്കുമ്പോൾ. ഭയങ്കര വെറൈറ്റി ആയിട്ട് അറിയാൻ പറ്റും. എനിക്ക് ഇഷ്ടമായെന്ന് വെച്ചാൽ ഓക്കെ ഓക്കെ. ലെവലൊക്കെ നോക്കുന്ന ഒരാൾ കുറയുന്നില്ലല്ലോ. Guess the bill.
പെട്ടെന്ന് പറയണോ? നോ തിങ്കിങ്. ഒരു 5 something, 550, 600 എടുക്കണം. Guess the bill. Guess the bill. പെട്ടെന്ന്. 800. Guess the bill. Guess the bill. Hana always win this. എപ്പോഴും 620. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ. അപ്പം ഇപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. 7 മണിക്ക് ഞങ്ങൾ ക്ലാസ് ഉണ്ടായി ലേബർ റൂമിൽ. അത് കഴിഞ്ഞ് 7 to 8 ക്ലാസ് ഞങ്ങൾ പൊതുവെ ഫുഡ് കഴിക്കാൻ പോകും. നമ്മൾ ഷിഫ്റ്റ് എടുത്താണ് കയറുന്നത്. കുറച്ച് പേര് 8ന് ഫുഡ് കഴിക്കാൻ ഇപ്പം ഫുഡ് കഴിക്കാൻ പോവാണ്. ഇപ്പം എത്ര മണിയായി? 10:15 ഫുഡ് കഴിച്ച് വേഗം തിരിച്ച് വരും. അപ്പം ഇന്ന് പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് തിരിച്ച് കയറി കഴിഞ്ഞാൽ പിന്നെ രാവിലത്തതാണ് ഇന്ന് സൗണ്ടായിട്ട് കൊടുക്കില്ല. സോ നമ്മൾ ഫ്രൈഡേസിൽ വന്നിരിക്കുകയാണ്. ഫ്രൈഡേസിൽ ഞങ്ങൾ വരാറേ ഇല്ല. ഞങ്ങൾ കുറേ കാലമായി വന്നിട്ട് ബിക്കോസ് വി ഹാവ് ക്യാൻറ്റീൻ, വി ഹാവ് വൈബ്. ഇവിടെ നിന്ന് കഴിക്കും. പക്ഷെ ഇപ്പം ക്യാൻറ്റീൻ ക്ലോസ് ആണ്. വൈബ് ക്ലോസ് അല്ല, വൈബിലേക്ക് അങ്ങോട്ട് പോകണം. സോ നമ്മൾ ഫ്രൈഡേസിൽ വന്നേക്കാണ്. ബട്ട് ഞാൻ കഴിക്കുന്നില്ല ബിക്കോസ് ഐ ആം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ കുറേ കാലമായി അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നൈറ്റ് തുടങ്ങുമ്പോൾ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ നമ്മൾ തിരിച്ചെല്ലാവരിലും പോയി. അടുത്ത ദിവസമായി. കുറച്ച് നേരം ഉറങ്ങിയെന്ന് പറയാം. അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയും. ഇപ്പം നമ്മൾ ക്ലാസ്സിലോട്ട് പോവാണ് കേട്ടോ. രാവിലെ നമുക്ക് 8 to 9 ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ട് വേണം തിരിച്ച് നമ്മൾ ഹോസ്റ്റലിലോട്ട് പോകാൻ. എന്നിട്ട് അവിടെ പോയിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാം ഹോസ്റ്റലിൽ പോയിട്ട്. ഇപ്പം നമ്മളിപ്പോൾ അതാ ക്ലാസ്സിലേക്ക് പോവാണ്. അപ്പം എൻ്റെ വ്ളോഗ് ഓൾമോസ്റ്റ് ഇവിടെ തീരാൻ പോവാണ്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇങ്ങനത്തെ വ്ളോഗ്സ് ഇനി വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് വ്ളോഗാണോ വേണ്ടിയത്, അല്ലെങ്കിൽ നീറ്റിനെ പറ്റിയുള്ള കുറച്ച് ടോക്സ് ആണോ വേണ്ടിയത്, എല്ലാം നിങ്ങൾ പറയണം. സോ നൈറ്റ് ലേബറും പോസ്റ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഇപ്പം പറയാം. ഞങ്ങളെല്ലാവരും നൈറ്റ് കഴിഞ്ഞു. ഫസ്റ്റ് ടൈമാണ്. എൻ്റെ കണ്ണ് കണ്ടാൽ മനസ്സിലാവും. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ക്യാമറ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾക്ക് നൈറ്റ് കഴിയുന്നത്. ആൻഡ് എക്സ്പീരിയൻസ് ചെയ്യാനൊന്നുമില്ല. 3 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ. അതിൻ്റെ ടൈം 3 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഉറങ്ങാൻ 2 മണിക്കൂർ ക്ലാസ് 9:30. ഇനി 12 ക്ലാസ് ഉണ്ട്. അതാണ് ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ട്രാൻസിലാണ്. ഉറക്കം ഒഴിച്ചതിന്റെ ട്രാൻസ്. ഉറങ്ങണോന്ന് വെച്ചാൽ ഒന്നാമത് രാവിലെയും നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് ആണ് നോക്കി. അപ്പോൾ ഇതാ നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി വേഗം പോയി ഒന്ന് ഉറങ്ങാം എന്നുള്ളൊരു മൈൻഡിൽ മാത്രമേ. നല്ല റെസ്റ്റ് എടുക്കാനുണ്ട്. നല്ല ടയേർഡായിട്ടുണ്ട്. ഇനി ഒരു ഉറക്കം കഴിഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് എണീറ്റ് പോകണം.